നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ ചക്കപ്പുഴുക്കാണ്. എന്താണ് ചക്കപ്പുഴുക്ക് എന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എന്നാലും രണ്ട് വാക്ക്. അല്ലെങ്കിലും നമ്മളൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു രണ്ട് വാക്ക് പൊക്കി പറയണം എന്നാണ് ആചാരം. തെറ്റിക്കുന്നില്ല. ഏറ്റവും പോഷകപ്രദമായ, നിങ്ങളെ ആരോഗ്യവാന്മാരാക്കുന്ന ഒരു ഭക്ഷണമാണ് ഇത്. സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പോൾ തുടങ്ങാം. ഇതിൻ്റെ ആദ്യത്തെ പണി ലേശം ബുദ്ധിമുട്ടാണ്. ചക്ക പൊളിക്കണം, പിന്നെ ചുള വേറെയാക്കി എടുക്കണം, ചകിണിയും കുരുവും മാറ്റണം, കയ്യിൽ പറ്റിയ ചക്കപ്പശ നീക്കണം. അതൊക്കെ കഠിനഹൃദയർ മാത്രം കാണേണ്ട കാഴ്ചകളാണ്. നമുക്കതൊന്നും കാണണ്ട. അപ്പോൾ നമ്മൾ ചക്കച്ചുള ചെറുതായി അരിഞ്ഞ് എടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഒരു 4 കപ്പ് ചുള എങ്കിലും വേണം. അതിൻ്റെ കുരുവും ചെറുതായി നുറുക്കിയെടുത്തോളൂ. ചില പണി അതുകൊണ്ട് വേറെയുണ്ട്. ഇനി അത് കഴുകി വൃത്തിയാക്കി എടുക്കുക. 2-3 തവണ കഴുകി എടുത്തോളൂ. ഇനി അതങ്ങ് മാറ്റി വെച്ചേക്കുക. ഇനി നമ്മൾ തേങ്ങ അരച്ചെടുക്കും. മലയാളിക്ക് തേങ്ങ വിട്ട് എന്തെങ്കിലും കളിയുണ്ടോ? തേങ്ങ മലയാളിക്ക് ഉയർത്താൻ. അപ്പോൾ ഒരു 3 കപ്പ് തേങ്ങ ചുരണ്ടിയത്, അതിൽ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി അഥവാ നമ്മൾ കുഞ്ഞുള്ളി എന്ന് പറയും, പിന്നെ ലേശം മാത്രം വെള്ളം ചേർത്ത് ഒരു പേസ്റ്റാക്കി അരച്ച് വെച്ചേക്കുക. ഇനി നമ്മൾ പാരമ്പര്യ ഭക്ഷണത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് കൽച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരിത്തിരി എണ്ണ ഒഴിക്കുക, കൂടെ ചക്കക്കുരു ഇടുക, വെള്ളം ഒഴിക്കുക, ഒരു പകുതി വേവിക്കുക, അത്രമാത്രം. ആദ്യം തന്നെ എന്തിനാണ് ചക്കക്കുരു നുറുക്കിയിട്ടത് എന്ന് പറഞ്ഞു തരാം. ഒന്നാമതായി, ചക്കക്കുരുവിന് വെന്ത് വരാൻ നമ്മൾ ലേശം സമയം കൊടുക്കണം. രണ്ടാമതായി, നേരെ ചക്കച്ചുള ആദ്യമേ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചക്കക്കുരു ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്, അത് കഴിച്ച് തന്നെ അറിയണം. ചക്കക്കുരു പാതി വെന്താൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനമാണ് നൽകുന്നത്. ഒപ്പം ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി ചേർത്ത് ഇളക്കി അങ്ങ് വേവിക്കുക. അപ്പോൾ ഈ കൽച്ചട്ടിയുടെ കുറച്ച് ഗുണദോഷങ്ങൾ ആദ്യം പറയാം. നോക്കിയും കണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ചട്ടി പൊട്ടും. ഒന്നാമതായി, അടുപ്പിലെ കുക്കിങ്ങിനാണ് ഈ കൽച്ചട്ടി ഏറ്റവും നല്ലത്, അതായത് സ്ലോ കുക്കിംഗ്. ഗ്യാസിൽ വെക്കുമ്പോൾ കുറഞ്ഞ തീയിലെ വെക്കാവൂ, അല്ലെങ്കിൽ പടക്കം പൊട്ടും പോലെ പൊട്ടിപ്പോവും. ഒരിക്കൽ കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. പച്ചച്ചക്കയുടെ പോഷകഗുണങ്ങളെക്കുറിച്ച് 2 വാക്ക് പറയാതിരുന്നാൽ മോശമല്ലേ? നേരത്തെ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടെ ചുരുക്കി പറയാം. വിറ്റാമിൻ സിയുടെ ഒരു കലവറയാണ് പച്ചച്ചക്ക. കൂടാതെ പൊട്ടാസ്യം, പിന്നെ നാച്ചുറൽ ഫൈബർ, ഇതൊക്കെ വേണ്ടുവോളം ഉണ്ട്. ഷുഗർ നിയന്ത്രിക്കുന്നവർക്കും തടി കുറയ്ക്കേണ്ടവർക്കും ക്യാൻസറിനോടുള്ള കൂട്ട് തീരെ ഇഷ്ടമല്ലാത്തവർക്കും പച്ചച്ചക്കയുമായി കൂട്ടുകൂടാവുന്നതാണ്. കൂടുതൽ കിട്ടുന്ന സമയം അരിഞ്ഞ് വെയിലത്തുണക്കി പൊടിച്ച് സൂക്ഷിച്ചോളൂ. ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിക്കാം. അപ്പോൾ അതങ്ങ് പാതി വെന്ത് കഴിഞ്ഞാൽ പാകത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കാം. പിന്നെ തേങ്ങ അരച്ച കൂടി ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ചങ്ങ് വേവിക്കുക. സംഭവം കഴിഞ്ഞോ? ഇല്ല. നല്ലപോലെ വെന്ത് കഴിഞ്ഞ് ഒരു പുഴുക്ക് പരുവമായാൽ ഒരു തണ്ട് കറിവേപ്പിലയും ഒരിച്ചിരി വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കി അടുപ്പിൽ നിന്ന് മാറ്റുക. ഇനി അത് കഞ്ഞിയുടെ കൂടെയോ വൈകിട്ട് ചായയുടെയൊക്കെ കൂടെയോ കഴിക്കുക. ആഹാ! അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഞെക്കുക. കൂടാതെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ നന്ദി.